ഹായ് ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പാരീസിലേക്ക് പോകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുന്ന കൺമണി വിഷമിക്കുന്നുണ്ടെന്ന് കാണുന്ന കൃഷ് കൺമണിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കൺമണി കൃഷ്ണനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്കൊരു സങ്കടവുമില്ല, സാറ് തന്നെയാണ് എന്റെ ലോകം. എന്ന് വെച്ചാൽ പാരീസും ലണ്ടനും സ്വിറ്റ്സർലൻഡും എല്ലാം സാറുള്ളപ്പോൾ എനിക്ക് വേറെ ഒന്നും വേണ്ട. ആ വാക്കുകൾ കേൾക്കുമ്പോൾ കൃഷ്ണനും സന്തോഷമാവുന്നുണ്ട്. കൺമണിയുടെ നെറ്റിയിൽ ഉമ്മ കൊടുത്തിട്ട് ഞാനിനി വീട്ടിലേക്ക് പോയിട്ട് എല്ലാം സംസാരിക്കാമെന്നും അമ്മയും അച്ഛനെയും കൂട്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വരുമെന്നും കൺമണിയോടായിട്ട് പറയുന്നുണ്ട് കൃഷ്. അങ്ങനെ രണ്ടുപേരും എല്ലാം മറന്ന് പരസ്പരം ഒന്നായി നിൽക്കുന്ന ആ സമയത്താണ് ശ്രീനിയുടെ വരവ്. ശ്രീനി കാണുന്ന കാഴ്ച ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ്. ശ്രീനിക്കാണെങ്കിലും അത് കാണുമ്പോൾ സന്തോഷമാവും. പിന്നീട് ബലരാമനെ കാണാൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന ഭാഗ്യശ്രീയോട് കൺമണിയെക്കുറിച്ചെല്ലാം ബലരാമൻ അന്വേഷിക്കുന്നുണ്ട്. കൺമണിക്ക് ജാമ്യം കിട്ടിയെന്നും കൺമണി പുറത്തിറങ്ങിയെന്നും ഭാഗ്യശ്രീ അറിയിക്കുമ്പോൾ ബലരാമൻ സന്തോഷത്തോടുകൂടി പറയുന്നുണ്ട്, എനിക്കറിയാമായിരുന്നു എന്റെ അനിയത്തി ഇടപെട്ടാൽ ജാമ്യം കിട്ടാതിരിക്കില്ലെന്ന്. ജയിലിലാക്കേണ്ടവരെ ജയിലിലാക്കാനും പുറത്തിറക്കേണ്ടവരെ പുറത്തിറക്കാനും എന്റെ അനിയത്തിക്കുട്ടിക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്ന്. തുടർന്ന് ബാലഗോപാലിനെയും സുമിത്രയും പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്, അവരുടെ ജാമ്യത്തിന്റെ കാര്യത്തിനെ പറ്റി എന്തെങ്കിലും അറിഞ്ഞു എന്ന്. അപ്പോൾ ഭാഗ്യശ്രീ അറിയിക്കും, അവരെ സംബന്ധിച്ച് എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം അമ്മയുടെ അച്ഛന്റെയും ആ വക്കീലില്ലേ ഭൂലോക ഫ്രോഡ് ഷൺമുഖദാസ്, അവർക്കിട്ട് നല്ല പണി കൊടുത്തു എന്നുള്ളതാ. അക്കൗണ്ടുകൾ ഫ്രീസ് ആണല്ലോ, അതുകൊണ്ട് ഇനി ക്യാഷ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞ വക്കീല് അമ്മയുടെ ആഭരണങ്ങളെല്ലാം ഊരി മാറ്റി സ്ഥലം വിട്ടുവെന്നാ കേട്ടെ. എന്നാൽ ഇതറിയുന്നതും ബലരാമന് സഹതാപം തോന്നുകയാണ് സുമിത്രയോടും ബാലഗോപാലിനോടും ഒക്കെ. അപ്പൊ ഭാഗ്യശ്രീ പറയും, അവരിനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ, അവരെ പറ്റി ഓർത്ത് ഒരു വിഷമവും വേണ്ട, ഇപ്പൊ സംഭവിച്ചതൊക്കെ തുടക്കമേ ആയിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്, ജയിലിൽ അമ്മ കൺമണിയെ കൊല്ലാൻ നോക്കി, എന്നാലേ അമ്മ ചാവാതിരുന്നത് ഭാഗ്യം. കൺമണി നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സാധാരണ കുട്ടിയല്ല, മനസ്സിന് നന്മ ഉള്ള പോലെ ആ നന്മയുടെ ഒരു ശക്തി ശരീരത്തിനുള്ള ഒരു പെണ്ണാണ്. അങ്ങനെ ഒരു ശക്തിക്കും എളുപ്പം അവളെ തോൽപ്പിക്കാൻ പറ്റില്ല. അവളുടെ കയ്യിൽ നിന്നൊരു അനുഭവം കിട്ടിയിട്ടും മനസ്സിലായില്ല. ജയിലിലെത്തിയ ദിവസം രാത്രി കൺമണിയുടെ നേർക്ക് ചെന്നു അമ്മ. ചെന്നത് മാത്രമേ അമ്മയ്ക്ക് ഓർമ്മയുള്ളൂ, തിരിച്ചു വന്നതേ വടിച്ചെടുത്തിട്ടാണെന്നാ കേട്ടത്. അങ്ങനെ സകല ദേഷ്യവും കൺമണി അമ്മയുടെ നേർക്ക് തീർത്തു. കൺമണി ഇപ്പൊ ജയിലിലായത് നന്നായെന്നാ എനിക്ക് തോന്നുന്നത്. ഇത്രയും ദുഷ്ടത കാണിച്ച അമ്മയ്ക്ക് ഇതുപോലെ നല്ല പണി കിട്ടാൻ കൺമണിയുടെ ജയിൽവാസം കാരണമായില്ലേ. ഇതെല്ലാം അറിയുന്ന ബലരാമൻ ഇനി അവര് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത് ഇരട്ടി പകയോടുകൂടി ആയിരിക്കുമെന്നും ഭാഗ്യശ്രീയോട് സാഗർ സാറിനോടൊക്കെ ഒന്ന് സൂക്ഷിക്കാൻ പറയണമെന്നും പറയുമ്പോൾ ഞാൻ അറിയിച്ചോളാമെന്ന് നിൽക്കുന്നുണ്ട് ഭാഗ്യശ്രീയും. എനിക്കറിയാം ഏട്ടന് അവരോടുള്ള സ്നേഹം. സത്യത്തിൽ ഞാൻ പണ്ട് കരുതിയത് ഏട്ടന് കല്ലിന്റെ മനസ്സാണെന്ന്, പക്ഷെ ഇപ്പൊ മനസ്സിലായി ഒരു പാവമാണെന്ന്. സത്യത്തിൽ ഞാൻ പഠിക്കുമ്പോ എന്റെ പുറകെ നടക്കാൻ ആൺപിള്ളേർ ആരും ധൈര്യം കാണിച്ചിട്ടില്ല. അത് ഏട്ടനെ പേടിച്ചിട്ടാ. പക്ഷെ ഏട്ടന്റെ ഏറ്റവും വലിയ ശത്രുക്കളായ അച്ഛനോടും അമ്മയോടും പോലും ഈ രീതിയിൽ സ്നേഹം കാണിക്കുന്നുണ്ട്. എന്തായാലും ഏട്ടൻ ഇനിയൊരു മാറ്റം വേണം. ഏട്ടന് ഞാനൊരു പെണ്ണിനെ കണ്ടുപിടിക്കട്ടെ. ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഇനിയൊരു കല്യാണമാ. എന്റെ നാത്തൂൻകുട്ടിയെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. എന്നാൽ ബലരാമൻ പറയുന്നത് തനിക്ക് കല്യാണമൊന്നും വേണ്ടെന്നാണ്. എന്നെയൊന്നും ഒരു പെൺകുട്ടികൾക്കും ഇഷ്ടമാവില്ലെന്നും കൂടെ പറയുമ്പോ അങ്ങനെ ആരും പറയില്ല. ഏട്ടനെ പോലെ ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരാളെ കിട്ടാനേ പെൺപിള്ളേര് പുണ്യം ചെയ്യണം. ഏട്ടനെ ഇഷ്ടമല്ലെന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് പറയട്ടെ, ഞാൻ അവളെ തോക്ക് ചൂണ്ടി ഏട്ടന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി താലി കെട്ടിക്കും. ഭാഗ്യശ്രീയുടെ കോമഡിയൊക്കെ കേട്ട് ബലരാമൻ ചിരിക്കുന്നുണ്ട്. എന്നാൽ ഭാഗ്യശ്രീ പറയും, ഞാൻ പറഞ്ഞത് കോമഡിയൊന്നുമല്ല. ഏട്ടനെ അവഗണിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുന്ന ആരെയും ഞാൻ വെറുതെ വിടില്ല. ഏത് പെണ്ണിനെ വേണമെന്ന് ഏട്ടൻ തന്നെ പറ, ആ കൊട്ടേഷൻ ഞാൻ തന്നെ അങ്ങ് ഏറ്റെടുക്കാം. പിന്നെ കൺമണിയെ കാണുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കും, ഇതുപോലെ ഒരാള് വേണം ഏട്ടന്റെ ഭാര്യയായിട്ട് വരാനെന്ന്. പക്ഷെ എന്ത് ചെയ്യാം, കൺമണിയെ ഏട്ടന്റെ അനിയൻ തെരഞ്ഞെടുത്തു കഴിഞ്ഞല്ലോ. അല്ല, ഞാൻ കൃഷിന്റെ കാര്യമോ പറഞ്ഞേ. കൃഷി ഏട്ടന്റെ ഇളയ അനിയന്റെ സ്ഥാനത്താണല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞതാ. കൺമണിയെപ്പോലെ ഒരാള് വേണം ഏട്ടനും. സംഘടിപ്പിക്കാം. എന്നാൽ ഇതൊക്കെ കേൾക്കുന്ന ബലരാമൻ പറയുന്നത്, ആദ്യം നിനക്കാണ് ഒരു ചെറുക്കനെ കണ്ടുപിടിക്കേണ്ടതെന്നാണ്. എനിക്കൊരളിയും വരട്ടെ, അത് കഴിഞ്ഞിട്ട് മതി എന്റെ കല്യാണം എന്നാണ്. എന്നാൽ ഭാഗ്യശ്രീക്ക് അത് സമ്മതമാവുന്നില്ല. ഭാഗ്യശ്രീ നേരെ തിരിച്ചാണ് പറയുന്നത്, ഏട്ടന്റെ വിവാഹം കഴിഞ്ഞിട്ട് മതി എന്റെ വിവാഹം. ഞാൻ പെട്ടെന്ന് തന്നെ ഏട്ടന് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടെത്തും. ബലരാമൻ ഇതൊക്കെ കേട്ട് ആകെ നാണാവുന്നുണ്ട്. അപ്പോ ഭാഗ്യശ്രീ പറയും, എനിക്ക് ആ നാണം കണ്ടാൽ തന്നെ മനസ്സിലാവും കല്യാണം കഴിക്കാൻ ആള് മുട്ടി നിൽക്കുകയാണെന്ന്. നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമെന്ന് തമാശയോടെ പറയുന്നുണ്ട് ബലരാമനും. അപ്പൊ ഭാഗ്യശ്രീ വീണ്ടും പറയും, എന്റെ മനസ്സ് പറയുന്നു ഒരു പെണ്ണ് പെട്ടെന്ന് തന്നെ ഏട്ടന്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറി അങ്ങ് വരുമെന്ന്. കതിർ മണ്ഡപത്തിൽ ഏട്ടൻ ആ കുട്ടിയുടെ കഴുത്തിൽ താലി വെക്കുമ്പോൾ ഞാൻ പിറകിൽ നിന്ന് ആ താലിമാലയുടെ കുരുക്കങ്ങ് ഉറപ്പിച്ച് അതങ്ങ് ഫിക്സ് ആക്കും. ഇത്രയും കേൾക്കുന്നതും ബലരാമൻ പിന്നെ ഭാഗ്യശ്രീയെ ചെറുതായിട്ടൊന്ന് തല്ലാൻ വേണ്ടി കൈപൊക്കുകയാണ്. എന്നാൽ അതേ സമയം തന്നെ കുത്തുകിട്ടിയ ഭാഗത്ത് ചെറുതായി വേദന വരികയും ഭാഗ്യശ്രീ അത് കണ്ടിട്ട് വിഷമത്തോടെ അയ്യോ ഞാൻ കാരണം എന്ന് പറയുന്നതും, അല്ലല്ല, മനസ്സിനെ ഒന്ന് റിലാക്സ് ആക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നീ പറഞ്ഞത്, ഞാനത് എൻജോയ് ചെയ്യുക തന്നെയായിരുന്നെന്നും ബലരാമൻ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഭാഗ്യശ്രീക്കാണെങ്കിലും അത് കേൾക്കുമ്പോൾ കൂടുതൽ സന്തോഷമാവും. അതിനുശേഷം കാണിക്കുന്ന സുമിത്രയെ കാണാൻ വന്നിരിക്കുകയാണ് ഷൺമുഖം വക്കീൽ. സുമിത്ര വളരെ ദേഷ്യത്തോടെയാണ് അഡ്വക്കേറ്റിനോട്
സംസാരിക്കുന്നത്? എന്റെ ആഭരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് ഇപ്പൊ ഞാൻ ജയിലിലായത് കണ്ട് സന്തോഷിക്കാനാണോ നിങ്ങൾ വന്നത്? എനിക്ക് നിങ്ങളുടെ മുഖം പോലും കാണണ്ട എന്നൊക്കെ സുമിത്ര ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് ഷൺമുഖദാസ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ മുഖം കാണിക്കാൻ വന്നതല്ല, സുഖമുണ്ടാക്കുന്ന ഒരു കാര്യം പറയാൻ വന്നതാ. അന്ന് പോയത് തന്നെയാ. പരസ്യമായിട്ട് നിങ്ങളുടെ ഭർത്താവ് ബാലഗോപാൽ എന്നെ ആക്ഷേപിച്ചു. മറ്റുള്ളവരുടെ കാര്യത്തിലെ ഞാൻ എന്ത് തറക്കളിയും കളിക്കും, പക്ഷെ എന്റെ നേർക്ക് എന്തെങ്കിലും തിരിച്ചു വന്നാ ഞാനത് സഹിക്കില്ല. ഉടനെ സുമിത്ര ചോദിക്കുന്നുണ്ട്, എന്താണ് വിഷയം, എന്താണ് ഗുണമുള്ള കാര്യമെന്ന്. അപ്പോൾ ഷൺമുഖദാസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സാഗറിനെ ഇല്ലാതാക്കാനുള്ള നിങ്ങളുടെ പ്ലാൻ തൽക്കാലത്തേക്ക് നടക്കാൻ പോകുന്നില്ലല്ലോ. അതൊന്നും ഇനി വിചാരിക്കുന്നത് പോലെ ഉടനെ സാധിക്കില്ല. അങ്ങേർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. മാത്രമല്ല, സാഗറിന്റെ ദേഹത്ത് ഇനിയൊരു തുള്ളി മണ്ണ് വീണാൽ അത് ആരിട്ടതാണെങ്കിലും ആദ്യം പിടിക്കുന്നത് നിങ്ങളെ ആയിരിക്കും. എന്നാൽ അതൊക്കെ ഞങ്ങൾ നോക്കോളാന്ന് സുമിത്ര തിരിച്ചു പറയുന്നുണ്ട് ദേഷ്യത്തോടെ. അപ്പൊ അഡ്വക്കേറ്റും പറയും, അത് നോക്കാനേ പറ്റൂ, നടത്തിയെടുക്കാൻ പറ്റില്ല. എന്നാലേ നടക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. സാഗറിനെ മാത്രമല്ല, ആ കുടുംബത്തിനെ ആകെ അങ്ങ് പൊളിച്ചടക്കാനുള്ള ഒരു മാർഗം ആരെയും കൊല്ലണ്ട, പക്ഷെ എല്ലാവരെയും കൊല്ലാൻ സാധിക്കും. സാഗറിന്റെ കുടുംബത്തിൽ നിന്നും മുറിവേറ്റൊരു പക്ഷി എന്നല്ല, പാമ്പെന്ന് പറയുന്നതാണ് കൂടുതൽ കറക്റ്റ്. സാഗറിനെ ഇല്ലാതാക്കാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് സാധിക്കാത്തതുപോലെ സാഗറിന്റെ മകനെ കല്യാണം കഴിക്കാൻ നോക്കി അത് സാധിക്കാതെ പുറത്തുപോയ ഒരു പെണ്ണ് മാനസ. സുമിത്രയുടെ അതേ റൂട്ടിൽ സഞ്ചരിക്കുന്ന ഒരു പെണ്ണ് തന്നെയാണ് അവൾ. ജയിക്കാൻ വേണ്ടി ആരെയും കൊല്ലും, ലക്ഷ്യം സാധിക്കാൻ എന്ത് ചെയ്യും. സുമിത്രയെ പോലെ തന്നെയാ ഇപ്പൊ അവളും. പ്രതികാരം ഉള്ളിലുണ്ട്, പക്ഷെ എങ്ങനെ ചെയ്യണമെന്നറിയില്ല. സുമിത്രയും ഇതെല്ലാം കേട്ടിട്ട് പറയുന്നുണ്ട്, മാനസയെ പറ്റി ഞാനും കുറച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ അവളെ വെച്ച് ഞാൻ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? അത് പിന്നെ കൃഷ്ണനെ സ്വന്തമാക്കാൻ അവൾ ഒരുപാട് വഴികൾ നടത്തി, എല്ലാം പൊളിഞ്ഞു. കൃഷ്ണൻ അവളെ വേണ്ട. സാഗറിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചത് തന്നെ, തൊട്ടതെല്ലാം പരാജയം. എന്നാൽ ആ പറഞ്ഞത് സുമിത്രയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. സാഗറിന്റെ ഉദാഹരണം പറഞ്ഞത് നിർത്താൻ പറയുന്നുണ്ട്. എന്തായാലും ഷൺമുഖദാസ് വീണ്ടും അടിവരയിട്ട് പറയും, സാഗറിന്റെ കുടുംബത്തിന്റെ അസ്ഥിവാരം ഇളക്കാൻ ഒരാള് വിചാരിച്ചാൽ സാധിക്കും. മാനസ ഉള്ളില് പകയുമായിട്ടാണ് അവള് നടക്കുന്നത്. കൃഷി പിടികൊടുക്കുന്നില്ല, കൺമണിയോട് ജയിക്കാനും പറ്റുന്നില്ല. ജയിലിൽ കയറ്റിയിട്ടും കൺമണി പുഷ്പം പോലെ ഇറങ്ങിപ്പോയി. എന്നാൽ അവൾ ഇറങ്ങിപ്പോയതല്ലെന്നും അവളെ ഇറക്കിക്കൊണ്ടു പോയതാണെന്നും അത് ഭാഗ്യശ്രീയാണെന്നും സുമിത്ര അറിയിക്കുമ്പോ, ഏതായാലും കൺമണി ഇപ്പൊ പുറത്തായല്ലോ, അതാ ഞാൻ പറഞ്ഞത്. തൊട്ടതെല്ലാം പൊട്ടി ആകെ പുകഞ്ഞുകുത്തി നിൽക്കുകയാണ് മാനസ. അവളെ ചൂണ്ടയിൽ കോർത്തിങ്ങനെ പിടിക്കണം, കൂടെ നിർത്തണം. എന്നിട്ട് സാഗറിന്റെ മരുമകളായി ആ കുടുംബത്തിലേക്ക് അവളെ കയറ്റിവിടണം. സാഗറിന്റെയും സുജാതയുടെയും മരുമകളായിട്ട് ബാക്കി ചെയ്യേണ്ടതൊക്കെ മാനസ ചെയ്തോളും. സുമിത്രാമ്മ ചുമ്മാ കയ്യും കെട്ടി കണ്ടു നിന്നാൽ മാത്രം മതി. എന്നാൽ സുമിത്രയ്ക്ക് അതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മാനസയെ നേരാവുന്ന എനിക്കോ അവൾക്കോ അറിഞ്ഞുകൂടാ. ഇനി അവളെ എങ്ങനെയെങ്കിലും എന്റെ വശത്താക്കിയെന്ന് ഇരിക്കട്ടെ. കൃഷ്ണൻ അവളെ വേണ്ടെങ്കിൽ ഞാൻ എങ്ങനെ മാനസയെ സാഗറിന്റെ മരുമകളാക്കും? അപ്പൊ ഷൺമുഖദാസ് അതിനൊരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്. കൃഷ്ണ മാത്രമല്ലല്ലോ സാഗറിന്റെ മകൻ, ബലരാമൻ നിൽക്കുകയല്ലേ. സാഗറിന്റെ മൂത്ത മകൻ അവനല്ലേ. ബലരാമൻ സാഗറിന്റെ മകനാണെന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ ആദ്യം പുറത്തു പോകുന്നത് കൃഷ് ആയിരിക്കും. കൃഷ് അവിടുത്തെ ആണിക്കല്ലല്ലേ. കൃഷ് പുറത്തായി കഴിഞ്ഞാൽ കെട്ടിടമൊന്നും ഒലയും. അതുകൊണ്ട് ബലരാമനെ എങ്ങനെയെങ്കിലും സാഗറിന്റെ വീട്ടിൽ കയറ്റണം. എന്നിട്ട് മാനസയെ എങ്ങനെയെങ്കിലും ബലരാമനിലേക്ക് അടുപ്പിക്കണം, കൃഷിനോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു മാർഗം നമ്മൾ മാനസയുടെ മുമ്പിൽ വെച്ചാൽ മാനസ വിട്ടു കളയില്ല. കൃഷാണെങ്കിൽ കൺമണിയെ കല്യാണം കഴിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാ. അപ്പൊ മാനസ ഈ ഒരു ഓപ്ഷൻ സ്വീകരിക്കും. പിന്നീട് അങ്ങോട്ട് നടക്കാൻ പോകുന്ന സംഭവ പരമ്പരകളെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. സുമിത്രാമ്മ മനസ്സിൽ കണ്ടതെല്ലാം മാനസയിലൂടെ നടക്കും. മാനസയുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കി മാനസയുടെ കടിഞ്ഞാൻ നിങ്ങളുടെ കയ്യിലാക്കുക. പിന്നെ അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പോകുന്നത് നിങ്ങളായിരിക്കും. സാഗർ കുടുംബത്തിലെ അടിക്കാനുള്ള വടിയല്ല, തകർക്കാനുള്ള ഒരു ബോംബാണ് മാനസ. ആ ബോംബിന്റെ റിമോട്ടോ സുമിത്രാമ്മയുടെ കയ്യിലും. എന്തായാലും വക്കീലിന്റെ ഈ ഐഡിയ സുമിത്രയ്ക്കും ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ മാനസയുടെ നമ്പർ തനിക്കൊന്ന് ഒപ്പിച്ചു തരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതൊക്കെ ഞാൻ എപ്പോഴേ സംഘടിപ്പിച്ചെന്ന് അറിയിക്കുന്നുണ്ട് വക്കീലും. അങ്ങനെ മാനസയിലൂടെ തന്റെ പ്രതികാരം പൂർത്തിയാക്കാമെന്ന സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് സുമിത്ര. അതിനുശേഷം കാണിക്കുന്ന റൂമിലിരിക്കുന്ന കൺമണിയുടെ അടുത്ത് ചെന്ന് ധനലക്ഷ്മി വലിയ സ്നേഹമൊക്കെ അഭിനയിക്കുന്നുണ്ട്. അയ്യോ എന്റെ മോൾക്ക് എന്താ പറ്റിയത്? സത്യം പറഞ്ഞാലേ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഒന്നും മയങ്ങിയാ നീ വന്ന് എന്റെ മുന്നിൽ നിൽക്കുക, എന്നെ കൈവിട്ട് കളഞ്ഞില്ലേ ഏട്ടത്തി എന്നും ചോദിച്ചുകൊണ്ട്. ധനലക്ഷ്മിയുടെ ഈ അഭിനയൊക്കെ കണ്ട് ദേഷ്യം വരികയാണ് കൺമണിക്ക്. അതുകൊണ്ട് എന്നെ ചാടി എഴുന്നേറ്റ് പറയും, ഇങ്ങനെ അഭിനയിക്കല്ലേ ഏട്ടത്തി. ഏട്ടത്തിക്ക് എല്ലാം അറിയാമായിരുന്നല്ലേ, ഏട്ടത്തി കൂടെ ചേർന്നായിരുന്നല്ലേ ഇതെല്ലാം നടത്തിയത്. ധനലക്ഷ്മിയാണെങ്കിൽ തനിക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരപരാധി ചമയുന്നുണ്ട് കൺമണിയുടെ മുമ്പിൽ. അതോടൊപ്പം ജയിലിലെ ശാപ്പാടൊക്കെ എങ്ങനെയായിരുന്നു, ചിക്കനും മട്ടനും ഒക്കെ ഉണ്ടായിരുന്നോ എന്നുകൂടെ ഇങ്ങനെ ചോദിക്കുമ്പോൾ കൺമണിക്ക് മനസ്സിലാവുന്നുണ്ട് ധനലക്ഷ്മി തന്നെ കളിയാക്കുകയാണെന്ന്. നല്ല ചുട്ട മറുപടിയും കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിലേ കുറച്ചു ദിവസം ജയിലിൽ പോയി കിടക്ക്, ഒരു സുഖവാസത്തിന്. പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതേസമയം ശ്രീനിവാസനാണെങ്കിലും വന്നിട്ട് ധനലക്ഷ്മിയോട് പറയുന്നുണ്ട്, നിന്റെ പ്രവൃത്തികളൊക്കെ വെച്ച് നോക്കിയാ നിന്നെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കായിരുന്നു വേണ്ടത്. എന്തായാലും മനോജ് ഒന്നും ഇങ്ങോട്ട് വരട്ടെ, പിന്നെ നീ ഇവിടെ നിൽക്കില്ല. എന്നാൽ ധനലക്ഷ്മിക്ക് അത് കേട്ട് ദേഷ്യം വരുന്നു. എന്നിട്ടൊരു ഡിമാൻഡ് വെക്കും, ഒരു കാര്യം ചെയ്യേ,
അച്ഛനും മോളും കൂടെ എനിക്ക് തരാനുള്ള പൈസയെല്ലാം ഇങ്ങത്താ, എന്നാൽ നിനക്ക് തരാനുള്ളത് പൈസയല്ലെന്നും കാരണക്കുറ്റി നോക്കി നല്ല തല്ലാണെന്നും തന്ന പൈസയുടെ എല്ലാം 3 ഇരട്ടി നീ തിരിച്ചു വാങ്ങിയിട്ടുണ്ട്. എന്നിട്ടും ആർത്തി തീർന്നില്ല. എന്റെ മോളെ ജയിലിൽ കയറ്റിയിട്ട് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നു. അതുകൊണ്ട് എന്റെ കൺമുന്നിൽ നിന്ന് പോവാൻ ആജ്ഞാപിക്കുന്നുണ്ട് ശ്രീനിവാസൻ. എന്നാൽ ഇത്രയും കേൾക്കുന്നതും ധനലക്ഷ്മി പിന്നെ കൺമണിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. നിങ്ങളുടെ മോള് ജയിലിൽ പോയിട്ടുണ്ടെങ്കിലേ അത് അവളുടെ കയ്യിലിരിപ്പുകൊണ്ടാണെന്നും പറയുമ്പോൾ നിയന്ത്രണം വിടുന്ന ശ്രീനിവാസനാണെങ്കിൽ ധനലക്ഷ്മിയൊക്കെ തല്ലാനായിട്ട് കൈപൊക്കുന്നുണ്ട്. എന്നാൽ കൺമണിയും ഗോകുലും കൂടെ ശ്രീനിയെ അതിൽ നിന്നും തടയും. ശേഷം കൺമണി തന്നെ നല്ലത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ധനലക്ഷ്മിക്ക്. ഇനിയും ബഹളമൊന്നും വേണ്ടാന്ന് വെച്ചിട്ടാ ഞാൻ ഇത്രയും നേരം ക്ഷമിച്ചു നിന്നത്. ഒരിക്കൽ ജയിലിലേക്ക് പോയ ആളിന് വീണ്ടും ജയിലിലേക്ക് പോകാൻ മടിയില്ലെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കൂടുതൽ ഷോ കാണിക്കാതെ എന്റെ കൺമുന്നിൽ നിന്നും പോവാൻ പറയുകയാണ് ധനലക്ഷ്മിയോട് കൺമണി. ധനലക്ഷ്മി അവിടുന്ന് പോയതിനു ശേഷം ശ്രീനി കൺമണിയോട് വിഷമിക്കേണ്ടെന്ന് പറയും. എന്നാൽ കൺമണി പറയും, എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി ഓർത്തിട്ടൊന്നുമല്ല വിഷമം. കൃഷ് സാറിന്റെ വീട്ടിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ഓർത്തിട്ട് അതാണ് എന്റെ പേടിയെന്ന്. കൃഷ് ആണെങ്കിൽ തന്റെ വീട്ടിലെത്തി എല്ലാവരെയും വിളിക്കുന്നുണ്ട്, സാഗറിനെയും സുജാതയും കൃപയും ഒക്കെ. അപ്പൊ സുജാത വന്നിട്ട് സന്തോഷത്തോടുകൂടി ചോദിക്കുകയാണ് കൃഷ്ണനോട്, എടാ കൺമണിക്ക് ജാമ്യം കിട്ടിയല്ലേ? അതെ, കൺമണിക്ക് ജാമ്യം കിട്ടി. വീട്ടിൽ കൊണ്ട് ഞാൻ ആക്കുകയും ചെയ്തു. പിന്നെ കൺമണിയുടെ വീട്ടിൽ വെച്ച് തന്നെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാ. ഇവിടെ വന്ന് ഞാൻ അച്ഛന്റെ അമ്മയുടെ മുന്നിൽ ഒരു വിഷയം അവതരിപ്പിക്കുമെന്ന്. കുറെ ദിവസമായി അതെന്റെ മനസ്സിലുണ്ട്. ഇന്ന് പറയാം നാളെ പറയാം എന്നൊക്കെ ഓർത്തിട്ടാ അതങ്ങോട്ട് മാറിപ്പോയത്. ഇനി എന്തായാലും അത് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പോഴേക്കും സാഗറും ആന്റിയമ്മയും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സുജാത ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യമെന്ന്. കൃഷ് അത് പറയുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, എനിക്കൊരു അപേക്ഷയുണ്ട്. ഞാൻ പറയുന്നതെല്ലാം പോസിറ്റീവായിട്ട് എടുക്കണമെന്നും എടുത്തിയാടി ബഹളം വയ്ക്കരുതെന്നും എന്റെ ഭാഗത്തു നിന്ന് കൂടെ ചിന്തിക്കണം. ഞാൻ എടുത്ത ഈ ഒരു തീരുമാനത്തിന്റെ കൂടെ നിങ്ങളും കൂടെ നിൽക്കണം. അതെന്റെ അപേക്ഷയാണെന്ന്. ആര്യമ്മയപ്പോ പറയും, നീ ആദ്യം കാര്യം പറയടാ, എന്നിട്ട് തീരുമാനിക്കാം നിന്റെ കൂടെ നിൽക്കണോ വേണ്ടയോ എന്നൊക്കെ. അപ്പോ കൃഷ് ആ കാര്യം കൂടെ തുറന്നു പറയുകയാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ. എനിക്ക് മാനസയെ വിവാഹം കഴിക്കാൻ സമ്മതമല്ല, എനിക്കതിന് താല്പര്യവുമില്ല. ഞാൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൺമണിയെ മാത്രമാണ്. ഈ തീരുമാനം മാറ്റാൻ ദയവ് ചെയ്ത് പറയരുത്. മാനസയുടെ വീട്ടുകാരെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരമോ മറ്റോ വേണമെങ്കിൽ നമുക്ക് അതും കൊടുക്കാം. കൺമണിക്ക് ഞാൻ വാക്ക് നൽകി കഴിഞ്ഞു. എന്തായാലും എനിക്ക് അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. ഇത്രയും കേൾക്കുന്നത് ആന്റിയമ്മ ദേഷ്യത്തോടെ വന്നിട്ട്, നിർത്തടാ, ഇതായിരുന്നു നിന്റെ അപേക്ഷയും അഭ്യർത്ഥനയൊക്കെ. നിന്റെ ഈ തീരുമാനം അത് നിന്റെ കയ്യിൽ വെച്ചാൽ മതി. അത് ഈ വീട്ടിൽ ചെലവാകില്ല. കൃഷ് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് മാനസയെ തന്നെ ആയിരിക്കണം. ഇതേ സമയം കൃപയും കൃഷിന് വേണ്ടി സംസാരിക്കാൻ എത്തുന്നു. ഈ കൃഷ് എന്ന് പറയുന്നതേ എന്റെ ഏട്ടന്. ആരെ കല്യാണം കഴിക്കണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കേണ്ടതും എന്റെ ഏട്ടൻ തന്നെയാ. കൺമണിയെ കല്യാണം കഴിക്കാനാണ് ഏട്ടന്റെ ആഗ്രഹമെങ്കിൽ ഏട്ടൻ കൺമണിയെ തന്നെ വിവാഹം ചെയ്യും. അതിൽ അഭിപ്രായം പറയാൻ ആന്റിയമ്മയ്ക്കോ എനിക്കോ ഒരവകാശമില്ല. ഇത് കേൾക്കുന്ന ആന്റിയമ്മ, നിനക്ക് അവകാശമില്ലായിരിക്കും, പക്ഷേ എനിക്കുണ്ട്. കാരണം ഞാനും കൂടെ നിന്നിട്ടാണ് അവരുടെ നിശ്ചയം നടത്തിയത്. എൻഗേജ്മെന്റ് നടത്താൻ അറിയാമെങ്കിലേ താലി കെട്ടിക്കാനും എനിക്കറിയാം. കൃപയാണെങ്കിൽ വീണ്ടും ആന്റിയമ്മയെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. എന്നാൽ കൃപയോട് മിണ്ടാതിരിക്കാനും ഞാൻ ഇവരോട് സംസാരിച്ചോളാമെന്നും പറഞ്ഞ് കൃഷ് ആന്റിയമ്മയോടായിട്ട് വീണ്ടും പറയുകയാണ്, ആന്റിയമ്മയെ ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. എൻഗേജ്മെന്റിന്റെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാ. മാനസയുടെ പേരിൽ ഞാനായിട്ട് വിവാഹമോതിരം അണിയിച്ചതല്ല, എല്ലാവരും കൂടെ എന്നെ കൊണ്ട് അണിയിപ്പിച്ചതാ. എന്നാൽ അത്രയും കേൾക്കുന്നതും അതുവരെ മിണ്ടാതിരുന്ന സുജാതയാണെങ്കിലും കൃഷ്ണനോട് ചൂടായിക്കൊണ്ട് തന്നെ, മതി, നീ പറയുന്നതെല്ലാം കേട്ട് ഞാൻ ആകെ ഷോക്കായി നിൽക്കുകയായിരുന്നു ഇത്രയും നേരം. എടാ കൃഷ്, നീ നോക്ക്, ഒരു പെണ്ണിന് സ്വപ്നങ്ങൾ കൊടുത്തിട്ട് അതിൽ നിന്ന് പിന്മാറുക എന്ന് പറയുന്നത് മഹാപാപമാ. അങ്ങനെ ഒരു മഹാപാപം ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ കൺമണിയെ തന്നെ വിവാഹം ചെയ്യുമെന്ന് പറയുന്നത്. ഞാൻ സ്വപ്നങ്ങൾ കൊടുത്തതേ മാനസയ്ക്കല്ല, കൺമണിക്കാ. മാനസ സ്വയം സ്വപ്നങ്ങൾ കാണുകയായിരുന്നു. അതിൽ ഞാൻ എങ്ങനെ ഉത്തരവാദിയാകും? എന്നാൽ ഇതിലിടപെട്ടുകൊണ്ട് ആന്റിയമ്മ പിന്നെയും കൃഷ്ണനെ കുറ്റപ്പെടുത്തുകയാണ്. മാനസയോട് നിനക്ക് ഉത്തരവാദിത്വമില്ലായിരിക്കാം, പക്ഷെ ഞങ്ങൾക്കെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും എന്റെ ഏട്ടനെ ഈ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കിയതിന്റെ ഉത്തരവാദിത്വമൊക്കെ ആന്റിയമ്മയ്ക്കും കൂടെയാ എന്ന് കൃപ ആന്റിയമ്മയ്ക്ക് നേരെ പറയുന്നുണ്ട്. സാഗർ ആണെങ്കിൽ ഇതെല്ലാം കണ്ടും കേട്ടും മിണ്ടാതെ നിൽക്കുമ്പോൾ ആന്റിയമ്മ വന്നിട്ട് സാഗറിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ കാഴ്ചക്കാരനെ പോലെ മിണ്ടാതെ നിൽക്കുന്നതെന്ന്.